നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ സ്വപ്നമാണ് 1000 സബ്സ്ക്രൈബേഴ്സ് ആകുക എന്നുള്ളത്. 4000 വാച്ച് അവറും കിട്ടണം. ഇങ്ങനെ മോണിറ്റൈസേഷൻ കിട്ടുക എന്നുള്ളതാണ് ഏവരുടെയും ഒരു സ്വപ്നം. കാരണം ഇതിനു ശേഷമാണ് ഏണിങ്സ് വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങിയിരിക്കുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കാനുള്ള കുറച്ച് വഴികൾ, അത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എന്നുള്ളത് യാഥാർത്ഥ്യമാക്കി തീർക്കാൻ കഴിയും. അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് വളരെ കൃത്യതയുണ്ടായിരിക്കണം. ഒരു കാര്യം ചെയ്യുന്നത് വളരെ വ്യക്തതയോട് കൂടിയുള്ളത് നല്ല ക്ലാരിറ്റിയോട് കൂടി ഒക്കെ വീഡിയോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ആ ടോപ്പിക്കുകളും തമ്പനയിൽ കൊടുക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കുക. തമ്പനയിൽ എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് ആളുകൾ വ്യൂ കയറുന്നത് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഷോർട്സിലൂടെയാണ് മിക്കവാറും ഒക്കെ യൂട്യൂബിൽ ആളുകൾ പെട്ടെന്ന് കാണുകയും അവർക്ക് ഇഷ്ടപ്പെടുകയും അതിനനുസരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആളുകൾക്ക് തോന്നുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടി വരണമെങ്കിൽ ഷോർട്സ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ കണ്ടൻറ്റ് വളരെയധികം ആളുകളിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം കണ്ടൻറ്റിൻ്റെ ആദ്യമേ തന്നെ നമ്മുടെ ടോപ്പിക്ക് അവതരിപ്പിച്ചുകൊണ്ട് തന്നെ തുടങ്ങുക. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വലിച്ചു നീട്ടില്ലാതെ കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞാൽ തന്നെ യൂട്യൂബിൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനിടയായിത്തീരും. പിന്നെ സെൻസേഷണലായിട്ടുള്ള ടോപ്പിക്കുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഓരോ ഘട്ടങ്ങളിലും ഓരോരോ വാർത്തകൾ ആളുകൾ ശ്രദ്ധിക്കുന്നതായിരിക്കാം. ഒരു വാർത്താ ചാനലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ കൊടുക്കുന്നതാണെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ചാനലുകൾ അല്ല എങ്കിൽ കണ്ടൻറ്റുകൾ എന്താണോ അതിനനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ആളുകൾക്കത് ആകർഷണമുള്ളതായി തോന്നുകയും അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തോന്നുകയും ചെയ്യും. കുറച്ചുകൂടി ഡെപ്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ആണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഡിസീസ് സംബന്ധമായിട്ടുള്ളതോ അങ്ങനെയുള്ള സംശയങ്ങൾ നിവാരണത്തിനുള്ള വീഡിയോകളോ ഒക്കെ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ടെക് വീഡിയോസൊക്കെ ആണെങ്കിൽ പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് അങ്ങനെയുള്ളതാണെങ്കിൽ പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി ട്രാവൽ ചെയ്ത് അത് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആളുകൾ അധികം പോയിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും എന്നാൽ അധികം ചിലവ് വരാത്ത രീതിയിൽ എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫുഡ് ചാനലുകളൊക്കെ ആണെങ്കിൽ തന്നെ അവരവരുടെ ക്രിയേറ്റിവിറ്റി കൂടി ആഡ് ചെയ്തുകൊണ്ട് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫുഡുകൾ ഒരേ തരം ഫുഡ് തന്നെ ആണെങ്കിലും പല രീതിയിൽ അത് വെക്കുന്നുണ്ടാവും. അതിനനുസരിച്ച് വളരെ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടുള്ള നല്ല പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ല സംസാരത്തിലൂടെ വീഡിയോ എടുത്തിട്ടാൽ അതും ക്ലിക്കാവുന്നതായിരിക്കും. ഇങ്ങനെ വിവിധ രീതികളിലൂടെ നമുക്ക് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ പെട്ടെന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിൽ മെയിനായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. യൂട്യൂബ് ഏവരുടെയും ഒരു സ്വപ്നമാണ്. അതിലൂടെ ഒരു വരുമാനം സമ്പാദിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. വീട്ടിലിരിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ചെറിയ വരുമാനമെങ്കിലും ഉണ്ടാക്കുന്നതിനായിട്ട് സാധിക്കും. പല ക്രിയേറ്റിവിറ്റിയുള്ള നല്ല വീട്ടമ്മമാരുണ്ട്. ഈ വീട്ടമ്മമാർക്കും ഒരു വരുമാനം നേടാനായിട്ട് ഈ യൂട്യൂബ് കൊണ്ട് വളരെയേറെ സഹായിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല നല്ല വീഡിയോസ് ചെയ്ത് എല്ലാവർക്കും യൂട്യൂബിൽ പ്രവേശിച്ച് ഒരു ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. അതുവഴി സ്വന്തം കാലിൽ നിൽക്കാനൊക്കെ ആയിട്ട് സ്ത്രീകൾക്ക് കഴിയട്ടെ. കുഞ്ഞുങ്ങൾ പോലും വീഡിയോസൊക്കെ ഇട്ടുകൊണ്ട് ഇപ്പോൾ യൂട്യൂബിൽ വരുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല യൂട്യൂബ് വീഡിയോസൊക്കെ എടുത്ത് കണ്ട് അവരോട് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് യൂട്യൂബിൽ അനേകം ആളുകൾ സജഷൻസ് പറയാറുണ്ട്. ഇവരോടൊക്കെ ചോദിച്ചുകൊണ്ട് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ലഭിക്കുക എന്ന് പറയുന്നത് ഒരു കിട്ടാക്കനിയൊന്നുമല്ല. നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് എന്തായാലും സാധിക്കാവുന്ന കാര്യം തന്നെയാണ്. മോണിറ്റൈസേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഏണിങ്സ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അതിനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയ പുതിയ യൂട്യൂബേഴ്സ് വരുന്നവർക്ക് ഏവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഷോർട്സും ലോങ് വീഡിയോസും ഒക്കെ ഇട്ടുകൊണ്ട് യൂട്യൂബിൽ തുടക്കം കുറിച്ചിരിക്കുന്നവർക്ക് എത്രയും വേഗത്തിൽ തന്നെ മോണിറ്റൈസേഷൻ ലഭിക്കും. അതിനൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. ഷോർട്സ് ആഡ് ചെയ്യാൻ മറക്കരുത്. ഷോർട്സിലൂടെയാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത്. ലോങ് വീഡിയോസ് ഇട്ടാലാണ് വ്യൂസിന് അനുസരിച്ചുള്ള ഏണിങ്സ് ഒക്കെ കിട്ടിത്തുടങ്ങുള്ളൂ. അപ്പോൾ മോണിറ്റൈസേഷൻ ലഭിക്കണം ആദ്യം. അതുകൊണ്ട് തന്നെ 1000 സബ്സ്ക്രൈബേഴ്സിനെയും 4000 വാച്ച് അവറും ഒക്കെ ഉടൻ ലഭിക്കട്ടെ. ആശംസകൾ.